മാലിന്യത്തൊട്ടിയായി ആനക്കര പഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് കെട്ടിട പരിസരം. മഴക്കാലം ആരംഭിക്കാനിരിക്കെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് നാട്ടുകാർ. കെട്ടുകണക്കിന് മാലിന്യ ചാക്കുകളുടെ കൂമ്പാരമാണ് ആനക്കരയിലെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന് മുൻപിലെത്തിയാൽ കാണാനാവുക. മാലിന്യത്തൊട്ടിയാക്കാനാണോ 7 മാസം മുൻപ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദ്യം വന്നാലും തെറ്റു പറയാനാവില്ല. അത്രയ്ക്കുണ്ട് കെട്ടിടത്തിന് മുൻപിലെ മാലിന്യം. കേന്ദ്രം ഉപയോഗമില്ലാതെ കിടക്കുന്നു എന്നതിനേക്കാൾ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം കേന്ദ്രത്തിന് സമീപത്ത് കൂട്ടിയിടുന്നതാണ് നിലവിലെ തലവേദന. ആദ്യം ചെറിയ തോതിൽ മാത്രമായിരുന്നു മാലിന്യം ഇവിടെ എത്തിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ പ്രദേശം മുഴുവൻ മാലിന്യ കൂമ്പാരമായി മാറിയതായി വ്യാപാരികൾ പറയുന്നു. മഴ പെയ്യുമ്പോൾ മാലിന്യങ്ങളിൽ നിന്ന് ദുർഗന്ധവും വെള്ളക്കെട്ടും രൂപപ്പെടുന്നതോടെ സമീപത്തെ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവരും വ്യാപാരികളും കടുത്ത ബുദ്ധിമുട്ടിലാണ്. പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾക്കാണ് ഇതിന്റെ ദുരിതം നേരിടേണ്ടി വരുന്നത്. മാലിന്യം ശേഖരിക്കുന്ന MCF കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് മാലിന്യം താൽക്കാലികമായി ടേക്ക് എ ബ്രേക്ക് കേന്ദ്രത്തിന് സമീപം സൂക്ഷിക്കുന്നത്. മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം. ഉദ്ഘാടനം കഴിഞ്ഞ് 7 മാസമായിട്ടും തുറക്കാത്ത ടേക്ക് എ ബ്രേക്ക് പദ്ധതി കുടുംബശ്രീയെ ഏൽപ്പിക്കാനും ആലോചനയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അടിയന്തരമായി ചർച്ച ചെയ്യുമെന്ന് ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PN അംബിക പറഞ്ഞു. 2025 ഒക്ടോബറിൽ മുൻ ഭരണസമിതിയാണ് ആനക്കര ഗ്രാമപഞ്ചായത്തിൽ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി നേയ ആന്റിക്സ് ആൻഡ് ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു. ആഭരണ പ്രേമികളുടെ മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം. ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ചുരിദാർ, കുർത്തീസ്, കോട്ട് സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു.